ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ബോട്ടിലായിട്ട് ചെയ്യാനുള്ള ബോട്ടിൽ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഒട്ടിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ പ്ലെയിൻ ആയിട്ടുള്ളതും പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻ ആയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഇതുപോലെ ആ ബോട്ടിലിൻ്റെ പുറത്തേക്ക് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പശയാണോ ഉള്ളത് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഞാൻ ബോട്ടിലിൻ്റെ 4 സൈഡിൽ ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ്. അപ്പം ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പർ വീതി കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ഇനി ആ കാർഡ്ബോർഡ് ഒട്ടിച്ച് കൊടുത്ത ഭാഗമില്ലേ അവിടേക്ക് ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പം ബോട്ടിലിന് ചുറ്റും ഇതുപോലൊന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. കറക്റ്റ് ഓർഡറിലൊന്നുമല്ല ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെ ഒട്ടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ന്യൂസ് പേപ്പറിന് പകരം വേണമെങ്കിൽ എന്തെങ്കിലും ചരടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കാത്ത ഭാഗത്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം. അതിന് ശേഷം ഞാൻ ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ആദ്യം ചെയ്തപോലെ തന്നെ ന്യൂസ് പേപ്പർ ചെറുതായിട്ട് ചുരുട്ടിയിട്ട് അവിടെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ചുറ്റി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഈ ബോട്ടിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ പേപ്പർ ബാഗാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊന്ന് വീതി കുറച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇതുപോലെ ഏകദേശം ഒരു വീതിക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പേപ്പറിൻ്റെ ഒരു സൈഡ് ബാക്കിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ബാക്കിലേക്ക് മടക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റി എടുക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. വലിയ പാടൊന്നുമില്ല, എളുപ്പം തന്നെയാണ്. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും ശരിയായില്ലെങ്കിൽ 1-2 വട്ടം ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം, പിന്നെ ഐ ബട്ടണിൽ വേണമെങ്കിൽ അവിടെയും കൊടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് ഞാൻ കുറച്ചും കൂടെ വലിയ ഫ്ലവറാണ് ഉണ്ടാക്കിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ ഒരു ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ പോലെയൊക്കെ തോന്നും. 2-3 വട്ടം ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ഓക്കെ ആവും. അപ്പോൾ ഒരു ഫ്ലവർ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ പശ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. എന്നിട്ട് ആ നീണ്ടു നിൽക്കുന്ന ഭാഗം ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 3-4 ഫ്ലവർ ഞാൻ വേറെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒട്ടിക്കാനായിട്ട് കുറച്ച് ഇലയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇലയും ഞാൻ ആ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു ചെറിയ പീസ് ഞാൻ ഇതുപോലെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി നമുക്ക് അതിൻ്റെ 2 സൈഡും ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസ് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഒരു ഇലയുടെ ഷേപ്പായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു 5-6 പീസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഇലയും ഫ്ലവറും ഒക്കെ ഒന്ന് ബോട്ടിലേക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. ഞാനിപ്പം ബോട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഫ്ലവർ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ഫ്ലവറേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവറൊക്കെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ പേപ്പറൊക്കെ വെച്ചിട്ട് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ആ കാർഡ്ബോർഡ് പീസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന്
പെയിൻറ്റ് ചെയ്ത് ഒന്നും കൂടെ അടിപൊളിയാക്കി എടുക്കണം. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ആക്രിലിക് പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പെയിൻറ്റ് ചെയ്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇനി നമുക്കിത് ബോട്ടിൽ ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. ഫ്ലവറിന് ഞാൻ റെഡ് കളർ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റെഡിൽ ഞാൻ കുറച്ച് ഗോൾഡും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഷൈനിങ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഫുള്ളായിട്ട് റെഡ് അടിച്ച് കൊടുക്കുന്നില്ല, കുറച്ച് ബ്ലാക്കൊക്കെ കാണുന്ന രീതിയിലാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇലയ്ക്ക് ഞാൻ മെറ്റാലിക് ഗ്രീനാണ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മെറ്റാലിക് ഗ്രീൻ ഇല്ലെങ്കിൽ നോർമൽ ഗ്രീനിൻ്റെ കൂടെ കുറച്ച് ഗോൾഡൻ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബോട്ടിലിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഗോൾഡൻ കളർ വെച്ചിട്ട് ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആൻറ്റിക് ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ. ബൈ ബൈ.